ക്ലാസ് 3 അറബിക് ആനുവൽ ഇവാലുവേഷൻ 2024-25 ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെക്റവുൽ കിസ്സ അല്ലേ, കറ വായിക്കാനാണ് ഈ കിസ്സ, ഈ കഥ വായിക്കാനാണ് പറഞ്ഞത്. വനക്കമ്മിലുൽ ഹാന അല്ലേ, എന്നിട്ട് ഈ കോളം ഫില്ല് ചെയ്യാനല്ലേ, ടേബിൾ ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ ഈ കഥൻ്റെ മീനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ? ഇല്ല. ഇവിടെ എന്താണ് അൽ ഹക്കലുൽ ജമീലില്ലേ, ജമീലാണുള്ളത്. ഇവിടെ ജമീലത്ത് എന്നാക്കിയിട്ടുണ്ടല്ലേ, അതായത് ഹദീക്കത്ത് സ്ത്രീ ആയതുകൊണ്ട്, സ്ത്രീലിംഗമായതുകൊണ്ട് ജമീലത്തും സ്ത്രീലിംഗമായില്ലേ. അപ്പോൾ അത് ഹാത്താവ് വരുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ളതിൻ്റെ രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ താവ് ചേർക്കണം. അതായത് നമ്മൾ പെണ്ണുങ്ങളെ പേര് എഴുതുമ്പോൾ ഫാത്തിമത്തില്ലേ, ഈ ഹാത്താവ് ചേർത്തിട്ടാണ് ഇതില്ലേ. ആണുങ്ങളെ പേര് എങ്ങനെ ഉണ്ടാലും മുഹമ്മദ് അല്ലേ, അപ്പോൾ അതിന് താവ് വേണ്ടല്ലേ. അപ്പോൾ ആണാണെങ്കിൽ താവ് വേണ്ട, പെണ്ണാവുമ്പോൾ അതെന്താണ് താവ് ചേർത്തിട്ട് എഴുതുക അല്ലേ. അപ്പോൾ ഹക്കുലുൽ ജമീല എന്നുള്ളൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതെന്താവും ഹദീക്കത്തിൽ ജമീലത്തിൽ ജമീലത്ത് എന്നാവും. അപ്പോൾ കിതാബുൻ മുഫീദ് അല്ലേ, അപ്പോൾ കിതാബുൻ മുഫീദാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഹക്കീബത്തൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ മുഫീദൻ എന്താക്കണം, മുഫീദത്തൻ എന്നാക്കണം അല്ലേ. ആ താവ് ചേർത്ത് കൊടുക്കുക അല്ലേ, മുഫീദ് എന്നുള്ളത് താവ് ചേർത്തിട്ട് ഇതല്ലേ മുഫീദത്ത്. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലേ. അതായത് ആണാണെങ്കിൽ നമ്മളെന്താണ് താ ഇല്ലാതെ എഴുതുക അല്ലേ, പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണാണെങ്കിൽ അതായത് സ്ത്രീലിംഗമാണെങ്കിൽ നമ്മൾ താവില്ല ഹാത്താവ് ചേർത്തിട്ട് എഴുതുക അല്ലേ. അപ്പോൾ ഷജറത്ത് എന്ന് പറയുന്നത് എന്താണ്, ഫീമെയിൽ ആണല്ലേ. താ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ സെൻറ്റൻസും താവ് കൂട്ടി എഴുതുക അല്ലേ, മുല്ലത്തിന് ആക്കിയിട്ട് എഴുതുക. ഇവിടെ ഈ ഭാഗത്ത് എന്താണ് മെയിലിൻ്റെ കോളാണ്, ഈ ഭാഗം എന്താണ് ഫീമെയിലിൻ്റെ കോളാണ്. അപ്പോൾ ബൈത്തിൻ എന്നുള്ളത് എന്താണ് മെയിലാണ് അല്ലേ, ആണാണ്. അപ്പോൾ നമുക്ക് എന്താണ് മുലിന്നാക്കല്ലേ, മുലില്ലത്തിന് ആ താ ഒഴിവാക്കിയിട്ട് എഴുതുക അല്ലേ, ഈ കോളത്തിൽ താ ഒഴിവാക്കിയിട്ട് എഴുതുക അല്ലേ, മുലിന്നാക്കുക. ആ തിഫ്ലുൽ ലത്തീഫ് അല്ലേ, ഇവിടെ എന്താണ് ലത്തീഫത്ത് എന്നുണ്ട് അല്ലേ, ഇവിടെ ഫീമെയിൽ ആക്കിയിട്ടില്ലേ. താ ഉണ്ടെങ്കിൽ ഇവിടെ തിഫ്ലിനെ നമ്മൾ താ ആക്കിയിട്ട് താ കൂട്ടിയെടുക്കല്ലേ, ആ തിഫ്ലത്ത് എന്നാക്കുക അല്ലേ, തിഫ്ലത്ത്. ഇപ്പോൾ വർദിൻ ഡാഷ് എന്നുണ്ട്, സഹ്റത്തിൻ മുത്തഫത്തിഹത്ത് എന്നുണ്ട് അല്ലേ. അപ്പോൾ മുത്തഫത്തിഹത്തിൻ്റെ ഫീമെയിലാണ് ഇവിടെ ഉള്ളതല്ലേ. അപ്പോൾ മെയിലിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്താൽ ആ താ ഒഴിവാക്കിയിട്ട്, ഈ കുളത്തിലൊക്കെ താ ഇല്ലേ, ഈ ആ താ ഒഴിവാക്കിയിട്ട് എഴുതുകാലേ. വർദിൻ മുത്തഫത്തഹ എന്നാക്കല്ലേ, ഈ താ ഒഴിവാക്കിയിട്ട് എഴുതുക. ഇവിടെ എന്താണ് കിത്തൻ സൈറൻ അല്ലേ, ചെറുത് സൈറൻ എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് കിത്തത്തൻ സൈറത്തൻ അല്ലേ, രണ്ടിനും താവ് ചേർത്ത് എഴുതുക, കിത്തത്തൻ സൈറത്തൻ രണ്ടിൻ്റെ കൂടെയും ഈ ഹാത്താവ് ചേർത്ത് എഴുതുക. അപ്പോൾ ഈ കോളത്തിലുള്ളതൊക്കെ നിങ്ങളെന്താണ് ഹാത്താവില്ലേ ഈ താവ് ചേർത്ത് എഴുതുക, ഈ കോളത്തിലില്ലേ മെയിലിൻ്റെത് ഈ താവ് ഒഴിവാക്കിയിട്ട് എഴുതുക അല്ലേ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കോളങ്ങൾ ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീനിങ് അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്ത ലൈൻസ് ആണല്ലേ, ആ വേർഡ്സാണ് ഈ കഥയിലുള്ള ആ വേർഡ്സാണ് ഈ ബോക്സിൽ തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്, നക്തുബ് നാം ലിൽ ആദത്തിൽ ജയ്യിദ അല്ലെ, നാം എന്ന് നല്ല സ്വഭാവത്തിന് നാം എന്ന് കൊടുക്കുക. വല ലിൽ ആദത്തി സയ്യിഅ അതായത് ചീത്ത സ്വഭാവത്തിനില്ലേ ബാഡ് ഹാബിറ്റിന് ലാ എന്നും കൊടുക്കുക അല്ലേ. ഇവിടെ എന്താണ് കച്ചറ കൂടുന്നത് ബാഡ് ഹാബിറ്റ് ആണല്ലേ, അതിന് ലാ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. വാക്കിങ് നടക്കാൻ പോകുന്നതില്ലേ, ഓടുന്നത് എന്താണ് നാം അല്ലേ, നല്ലത് അല്ലേ, നാം അതേ നല്ലതാണ്, ലാ അരുതില്ലേ, ചെയ്യരുതില്ലേ. അപ്പോൾ ചീത്തതിന് ലാ എന്നും നാം എന്നും അല്ലേ. അപ്പോൾ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഈ ബ്രഷ് ചെയ്യുന്നത് എന്താണ് നല്ല ശീലമാണല്ലേ, അപ്പോൾ അതിന് നാം എന്ന് നമുക്ക് കൊടുക്കാം അല്ലേ. ഫുഡ് എന്താണ് വലിച്ചു വാരി തിന്നാണല്ലേ, ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ്സ് ആണല്ലേ, അപ്പോൾ ലാ എന്നല്ലേ ചീത്ത ശീലമാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ് കുളിക്കുന്നത് നല്ല ശീലമാണ്, അപ്പോൾ നാം എന്ന് കൊടുക്കാം അല്ലേ. നെക്സ്റ്റ് എന്താണ് അടുത്ത് നിന്ന് TV കാണാണല്ലേ, അപ്പോൾ ലാ എന്ന് കൊടുക്കാം അല്ലേ, ചീത്ത ശീലം ബാഡ് ഹാബിറ്റിന് ലാ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കടന്നുകൊണ്ട് മൊബൈൽ നോക്കുന്നത് ലാ അല്ലേ. നെക്സ്റ്റ് എന്താണ് പല്ല് നഖം കടിക്കുന്നത് ലാ അല്ലേ, ചീത്ത സ്വഭാവമാണ്. കൈ കഴുകുന്നത് എന്താണ് നല്ലതാണല്ലേ, അപ്പോൾ നാം എന്ന് കൊടുക്കുക. തേർഡ് ആക്ടിവിറ്റി എന്താണ് നക്തുബ് കമാ ഫിൽ മിസാൽ അല്ലേ, ഇവിടെ തന്നിട്ടുള്ളത് പോലെ ഇത് ഫില്ല് ചെയ്യാനാണ് അല്ലേ. അതായത് വാട്സപ്പ് അല്ലേ, ഞാൻ എന്താണ് വാട്സപ്പാണല്ലേ, വാട്സപ്പ് അല്ലേ ഇവിടെ പേര് തന്നിട്ടുണ്ട്. അതുപോലെ ഇതെന്താണ് ഇൻസ്റ്റഗ്രാം ആണല്ലേ, അപ്പോൾ അതിന് ഇൻസ്റ്റഗ്രാം എന്ന് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യണം അല്ലേ. ഇതേപോലെ വാട്സപ്പിൻ്റെ പകരം ഇവിടെ എന്താണ് ഇൻസ്റ്റഗ്രാം ആണ് അല്ലേ. മഷൂറുൻ ഞാൻ എന്താണ് പ്രശസ്തനാണ് അല്ലേ, വാട്സപ്പ് പറയുകയാണ് ഞാൻ പ്രശസ്തനാണ്. അതുപോലെ ഇൻസ്റ്റഗ്രാമും പ്രശസ്തനല്ലേ, അപ്പോൾ അനാ തന്നിട്ടുണ്ട്. അപ്പോൾ മഷൂറിൽ നിന്ന് നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ എടുത്തേതാം അല്ലേ. യസ്തഹ്ദിമുനി നാസ് അല്ലെ, യസ്തഹ്ദിമുനി ആളുകൾ എന്നെ, നാസിലെ ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു, യസ്തഹ്ദിമുല്ലേ ഉപയോഗിക്കുന്നു. അതുപോലെ എന്താണ് ഇൻസ്റ്റഗ്രാമിന് ഉപയോഗിക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ എഴുതാം അല്ലേ, യസ്തഹ്ദിമുനി നാസ് എന്ന് ഇവിടെ തന്നിട്ടില്ല, അതിൻ്റെ തൊട്ട് മുന്നുള്ള ലൈൻ ഇവിടെ ചേർക്കുക. നെക്സ്റ്റ് എന്താണ് ഉസായിദുഹും അല ഇർസാലി റിസാല ഞാൻ എന്താണ് റിസാൽ അല്ലേ സന്ദേശം അയക്കാനാണ് ഞാൻ അവരെ സഹായിക്കുന്നതില്ലേ. ഉസായിദുഹും അല ഇർസാലി റിസാല അല്ലേ, സന്ദേശം അയക്കാൻ ഞാൻ അവരെ സഹായിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെത് എന്താണ് തന്നിട്ടുള്ളത്, അപ്പോൾ നാസ് കഴിഞ്ഞിട്ട് ഉസായിദുഹും അല അല്ലേ, അപ്പോൾ അലൻ്റെ മുന്നേ ഏതാണ് ഉസായിദും തന്നെയാണ് ല, ഉസായിദുഹും തന്നെ ഇവിടെ ചേർക്കുക. അല ഇർസാലി റിസാൽ അല്ലേ, സന്ദേശം അയക്കാനാണ്. അപ്പോൾ ഇവിടെ എന്താണ് നഷ്രി സദാക്കത്ത് അല്ലേ, അതായത് സൗഹൃദം പരത്തുന്നു അല്ലേ, അതായത് സൗഹൃദം പരത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത് അല്ലേ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നെക്സ്റ്റ് സദാക്ക അല്ലേ, സദുക്ക് അല്ലേ, സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്താണ് ഉസായിദുഹും അല്ലേ, ഇവിടെ ഉള്ളത് അതേപോലെ അല്ലേ. ലാന വാട്സപ്പ് എന്നുള്ളതിന് പകരം ഇവിടെ ഇൻസ്റ്റഗ്രാം എന്ന് ചേർക്കുക. ലാന മഷൂറുൻ തന്നെയാണ്. ഞാൻ
യസ്തഹ്ദിമുൻ നാസിലെ യസ്തഹ്ദിമുനി നാസിലെ അതിൻ്റെ തൊട്ട് മുന്നുള്ള ലൈന് അത് അതുപോലെ ചേർത്ത് എഴുതിയാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള പേപ്പറാണ്. നെക്സ്റ്റ് ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ കമ്മിലുൽ ബയാനത്തി ഷഹ്സിയ. ബയാന നിങ്ങളുടെ ബയോഗ്രാഫ് ബയാന തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇസ്മിയിലെ നിങ്ങളുടെ പേരെന്താണ്, എൻ്റെ പേരില്ലേ നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക. അദ്റുസു ഫിസ് സഫിലെ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഫിസ് സഫി സാലിസിലെ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതില്ലേ, ഫിസ് സഫി സാലിസ് എന്ന് എഴുതാം. ഇപ്പോൾ ഫിസ് സഫി സാലിസിലെ നിങ്ങൾ എത്രാം ക്ലാസ്സിൽ, അദ്റുസു ഞാൻ പഠിക്കുന്നത് ഫിസ് സഫി സാലിസിലെ 3ാം ക്ലാസ്സിലാണ്. ഉംറിയിലെ ഉംരി എൻ്റെ വയസ്സ് എത്രയാണ്, വയസ്സ് എത്രയാണ്, 8 9 എത്രയാണ് നിങ്ങളുടെ വയസ്സ് അത് എഴുതുക. ഇസ്മു ഉമ്മിയിലെ എൻ്റെ ഉമ്മയുടെ പേര്, ഉമ്മൻ്റെ പേരെന്താണ് അത് എഴുതുക. ഇസ്മു അബിയിലെ ഉപ്പയുടെ പേര് എഴുതുക. അസ്കുനുഫി ഞാൻ എവിടെയാണ് താമസിക്കുന്നതില്ലേ, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് നിങ്ങളുടെ സ്ഥലം എഴുതുക അല്ലെ, പ്ലേസ് എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 എന്താണ്, നുക്കമ്മിലുൽ കിസ്സ അല്ലെ, ഒരു കിസ്സ കഥ തയ്യാറാക്കാനാണ്. അപ്പോൾ ഇതാരൊക്കെയാണ്, ഇതെന്താണ് നംലത്താണല്ലേ, ഉറുമ്പാണല്ലേ നംലത്ത് ഇവിടെ തന്നിട്ടുണ്ട്. ഇതെന്താണ് ഫീലുൻ്റെ ആനയാണ്, ഫീലില്ലേ രണ്ടാളുടെ നെയിം ഇതിൽ തന്നെ ഉണ്ടല്ലേ, ഫീലും ഉറുമ്പും തമ്മിലുള്ള ഒരു കഥ അല്ലേ, ആ കഥ നമ്മൾ ഫില്ല് ചെയ്യാൻ കിസ്സ ഫില്ല് ചെയ്യാനാണ് ഇവിടെ തന്നത്. ഇവിടെ പാരഗ്രാഫിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ടല്ലേ, അത് നിങ്ങൾക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ മീനിങ് എന്തൊക്കെയാണ്. ഇപ്പോൾ അഹസ എന്ന് പറഞ്ഞാൽ എന്താണ്, എടുക്കുക അല്ലെ, അഹസിൻ്റെ മീനിങ് അർത്ഥം എന്താണ്, എടുക്കുക. അൽ ജരി എന്ന് പറഞ്ഞാൽ ഓടിക്കുക. ജവ്വാൽ എന്താണ്, മൊബൈൽ ഫോണാണ് അല്ലേ. എൽ അബ് പറഞ്ഞാൽ കളിക്കുക അല്ലെ, ലാബ കളി അല്ലെ, കളിക്കുക. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇല്ലേ അനുയോജ്യമായത് ഇവിടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, നംലത്തിലെ ഉറുമ്പും ഫീലുമാണല്ലേ. കാന ഫീ കറിയത്തിലെ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, കഥ തുടങ്ങുമ്പോൾ നംലത്ത് വ ഫീലുൻ്റെ, ഫീലുൻ ആനയും നംലത്തും ഉണ്ടായിരുന്നില്ലേ. അപ്പം നംലത്തും ഫീലും ആണല്ലേ. അപ്പോൾ ആദ്യം നംലത്തിലെ കറിയത്തി, നംലത്തി വ ഫീലിലെ ഫീലും ആനയും ഉറുമ്പും ഉണ്ടായിരുന്നു. കാലൽ ഫീൽ അല്ലേ, ആന പറഞ്ഞു അല്ലേ, ഫീൽ എന്താണ്, കാല പറഞ്ഞു. ഞാൻ എന്താണ്, അസ്ര അല്ലെ, ഞാനാണ് വിജയി അല്ലേ, എനിക്കാണ് സ്പീഡ് കൂടുതൽ, ഞാനാണ് ജയിക്കുക അല്ലേ, സ്പീഡ് കൂടുതൽ എനിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ആര് നംലത്ത് എന്ത് പറയണം, കാലത്ത് നംലത്തു അന അസ്രയില്ലേ, എനിക്കാണ് സ്പീഡ് കൂടുതലെന്ന് നംലത്തും പറഞ്ഞു അല്ലേ. അസ്രയിലെ സ്പീഡില്ലേ, എനിക്കാണ് സ്പീഡില്ല, അന അസ്രയിലെ എനിക്കാണ് സ്പീഡ് കൂടുതലെന്ന് ഫീലും പറഞ്ഞു. അതുപോലെ നംലത്തിലെ ഉറുമ്പ് എന്താണ് പറഞ്ഞാൽ, അന അസ്രയിലെ എനിക്കാണ് സ്പീഡുള്ളത്. രണ്ടാളും അങ്ങനെ കാല പറഞ്ഞു അല്ലേ. നംലത്ത് എന്നുള്ളപ്പോൾ പറഞ്ഞോ കാലത്ത് എന്നായില്ലേ, കാലത്തായപ്പോൾ നംലത്തിലെ, ഉറുമ്പായപ്പോൾ പെണ്ണായപ്പോൾ അല്ലേ, താത്താവ് വന്നപ്പോൾ കാലത്ത് എന്നാക്കി അല്ലേ, ഫീലായപ്പോൾ കാല എന്നാണ് ആക്കിയത്. ജറ ബൈനഹുമ അവർക്കിടയിൽ ജറ എന്ത് നടന്നു, സിബാക്കുൽ ജരി അല്ലേ, ജരി എന്നുള്ള വാക്ക് നിങ്ങൾ ഇവിടെ എടുത്തേതുക അല്ലേ, എന്താണ് മത്സരം നടന്നു അല്ലേ, അവർക്കിടയിൽ എന്താണ് ഒരു ഒരു മത്സരം നടന്നു അല്ലേ, സിബാക്കുൽ ജരി. അപ്പോൾ ഓട്ട മത്സരത്തിന് ജരി എന്നാണ് പറയല്ലേ, ഓടുക അല്ലേ, സിബാക്ക് മത്സരം അല്ലേ, സിബാക്കുൽ ജരി ഓട്ട മത്സരമാണ് നടന്നത് അല്ലേ. അപ്പോൾ അവർക്കിടയിൽ ഓട്ട മത്സരം നടന്നു. അസ്നാവ് സിബാക്കിലെ മത്സരത്തിനിടയിൽ എന്താണ്, അഹസൽ ഫീലിലെ ഫീൽ എന്താണ്, എടുത്തൂലേ, ആന എടുത്തൂലേ. അപ്പോൾ അഹസ എന്നുള്ളത് ഇവിടെ ചേർക്കുക. അഹസൽ ഫീലു അൽ ജവ്വാലിലെ മൊബൈൽ ഫോൺ എടുത്തു, അൽ ജവ്വാൽ ഇവിടെ അല്ലേ. ആന എന്താണ് എടുത്തത്, മൊബൈൽ ഫോണിലെ. അപ്പോൾ ബദ എന്നിട്ട് എന്ത് തുടങ്ങി, ബദ എൽ അബു ഫീലെ അതിൽ കളിക്കാൻ തുടങ്ങിയില്ലേ, മൊബൈൽ ഫോണിൽ കളിക്കാൻ തുടങ്ങി, എൽ അബു ഫീ. സബക്കത്ത് നംലത്ത് വഫാസ അല്ലേ. അപ്പോൾ ആര് ജയിച്ചു, നമ്മുടെ ഉറുമ്പിലെ നംലത്ത് ജയിച്ചു അല്ലേ, സബക്കത്ത് ജയിച്ചു. ആരാണ് ജയിച്ചത്, നംലത്തിലെ, നമ്മുടെ നംലത്ത് എന്നുള്ളത് ഇവിടെ എഴുതുക അല്ലേ. ആരാണ് അപ്പോൾ മൊബൈലിൽ കളിച്ചിരിക്കുമ്പോൾ ആരാ സ്വാഭാവികമായിട്ട് ജയിക്കുക അല്ലേ, ഉറുമ്പിലെ നംലത്താണ് ജയിക്കുക. ഒരു കഥ ഉണ്ടാക്കുന്ന രൂപം അല്ലേ. അപ്പോൾ ആരൊക്കെയാണെങ്കിൽ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നത്, നംലത്തും വഫീൽ അല്ലേ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അല്ലേ. അപ്പോൾ ആദ്യം എന്താണ്, അവരൊരു മത്സരം തീരുമാനിച്ചു. അപ്പോൾ ആനെന്താണ്, മൊബൈൽ ഫോൺ നോക്കി നിന്നു അല്ലേ, അൽഫീലു ജവ്വാലിലെ. അപ്പോൾ നോക്കി അഹസ എന്നുള്ള മൊബൈൽ എടുത്തു എന്ന് മാറ്റണം അല്ലേ, അതിൻ്റെ മുന്നേ. അപ്പോൾ അഹസൽ ഫീലു അൽ ജവ്വാലിലെ മൊബൈൽ എടുത്തു. വബദ എൽ അബു എന്നിട്ട് അതിൽ കളിച്ചു അല്ലേ, എൽ അബു കളിച്ചു. ഫി സബ്കത്തി നംലത്ത് വഫാസ. അപ്പോൾ ആര് ജയിച്ചു, നമ്മുടെ ഉറുമ്പ് ജയിച്ചു. ആക്ടിവിറ്റി 5 നെസ്സില്ലേ, ഇത് മാച്ച് ചെയ്യാനാണ്, മാച്ച് ദി ഫോളോവിങ് അല്ലേ. ഈ പിക്ചറിലുള്ളതിൻ്റെ അറബി വേർഡ് അല്ലേ ഏതാണ് എന്നുള്ളത് നമ്മൾ മാച്ച് ചെയ്യണം. അപ്പോൾ ഈ പിക്ചറിന് അനുയോജ്യമായത് ഇന്ന് എടുത്തെത്തണം അല്ലേ. അവിടെ നിന്നാണ് മധുരം അല്ലേ, മിഠായി കഴിക്കുന്നത്, അമ്മ എന്തോ വഴക്ക് പറയുന്നത് അല്ലേ, അപ്പോൾ വീണ്ടും മിഠായി എടുത്ത് കഴിക്കുന്നത്, എന്നിട്ട് രാത്രി ഉറങ്ങുന്നതില്ലേ, അതിനൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്. അപ്പോൾ എന്താണ് ഇവിടെ മിഠായി കഴിക്കുന്നത് ഏതിനായിട്ട് വരും അല്ലേ, ഇതാണല്ലേ. തക്കുലു അമ്നൽ ഹൽവയാത്തി കസീറ അല്ലേ, മധുര പലഹാരങ്ങൾ ഹൽവയാത്തി കസീറ അല്ലേ, ധാരാളം കഴിച്ചത് എന്താണ്, തക്കുലു കഴിച്ചു, അമ്ന കഴിച്ചു അല്ലേ, കഴിച്ചു എന്നുള്ളതിന് ഇതാണല്ലേ. നെക്സ്റ്റ് എന്താണ്, അമ്മ എന്തോ വഴക്ക് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഉമ്മ എന്നുള്ളത് കാലത്ത് ലഹൽ ഉമ്മിലെ, ആ ഉമ്മ പറഞ്ഞു അല്ലേ, ഉമ്മ പറയുന്നത് ഇവിടെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് മാച്ച് ചെയ്യിക്കാം അല്ലേ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വേർഡ്സ് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി അല്ലേ. ഇസ അക്കൽത്തി ഹൽവയാത്തി കസീറ സ തളുറു ബി അസ്നാനിക്, അതായത് എന്താണ് മധുരം എന്താണ് കൂടുതൽ കഴിച്ചാൽ എന്താണ്, നിൻ്റെ പല്ലിന് ദോഷം ചെയ്യുന്നില്ലേ. ഇത് ഹൽവയാത്തല്ലേ, മധുരപലഹാരം കൂടുതൽ കസീറ ധാരാളം കഴിച്ചാൽ നിൻ്റെ പല്ല് കേടരുന്ന എന്തോന്ന് അമ്മ പറയാണ് അല്ലേ. അമ്മ പറയുന്നതില്ലേ, കാലത്തിലഹ ഉമ്മില്ലേ, ഉമ്മ പറയുന്നു എന്നുള്ളത് ഇതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേർഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാച്ച് ചെയ്യിക്കുക.
കാനത്ത് അമ്ന തനാമു ലൈലത്തിൻ യൗമിലെ, എല്ലാ ദിവസവും രാത്രിയിൽ, ലൈലത്താണ് രാത്രിയാണ്, അമ്ന ഉറങ്ങുന്നതിലെ തനാമു. അപ്പോൾ ഉറങ്ങുന്ന ചിത്രത്തിന് നേരെ നമുക്കിത് യോജിപ്പിക്കാം. ഇനി നെക്സ്റ്റ് ഉള്ളത് ഇതിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ ഉറങ്ങുന്നത് നമ്മൾ ഇതായിട്ട് യോജിപ്പിച്ചു. ഇനി എന്താണ്, വീണ്ടും അമ്മ പറഞ്ഞത് കേൾക്കാതെ വീണ്ടും എടുത്ത് തിന്നതാണ് അല്ലേ. അമ്ന ലം തസ്മ കാലാമി ഉമ്മയെ, ഉമ്മൻ്റെ വാക്ക് കേൾക്കാതെ അല്ലേ. വാക്കലത്തിൽ ഹൈവാത്തി കസീറല്ലേ, ധാരാളം വീണ്ടും തിന്നൂല്ലേ, വീണ്ടും തിന്നുന്നത്. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യിക്കുക. പിന്നെന്താണ്, വേദന എടുത്ത് കരയുന്നതുണ്ടല്ലോ ഉറങ്ങിയതിന് ശേഷം. അത് കാമത്ത് അമ്ന മിനൻ നൗമിലെ, രാവിലെ എണീറ്റപ്പോൾ. വയ്യക്കത്ത് മിന അൽമി അസ്നാനിലെ, വേദന കൊണ്ട് കരയുന്നതിലെ, രാവിലെ ആയപ്പോൾ നൗമിലെ എഴുന്നേറ്റപ്പോൾ എന്താണ് വേദന എടുത്ത് കരയുന്നതിലെ. അപ്പോൾ അത് ഈ പിക്ചറിന് നേരെ യോജിപ്പിക്കുക. എന്താണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണല്ലോ. ഹോസ്പിറ്റൽ എന്താ പറയുക, മുസ്തഷ്ഫ, ലൈല മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക് പോയി. ദഹബത്തിൽ ഉമ്മു ബി അമ്ന, ഉമ്മയും അമ്നയും എന്താണ്, ദഹബ പോയില്ല, മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക്, സ്വബാഹിലെ രാവിലെ പോയില്ലേ. അപ്പോൾ അത് ഇതിനായിട്ട് യോജിപ്പിക്കുക. നെക്സ്റ്റ് എന്താണ്, ഡോക്ടർ ചെക്ക് ചെയ്യുന്നതില്ലേ. അപ്പോൾ എന്താണ്, ഡോക്ടർക്ക് എന്താ പറയുക, തൊബീബാണല്ലേ. അപ്പോൾ തൊബീബ് എന്നുള്ളത് കാണുന്നത് നിങ്ങൾ ഇതായിട്ട് മാച്ച് ചെയ്യിക്കല്ലേ. വേറെ ഡോക്ടറിൻ്റെ പിക്ചർ വേറെ അല്ലല്ലോ അല്ലേ. ഫഹത്ത തൊബീബു അമ്നത്തെ വക്കാലല്ലേ. അമ്നോട് ഡോക്ടർ എന്താണ് പറഞ്ഞത്, നല്ലിഫിൽ അസ്നാന് കബിലൻ നൗം വല തകുലിൽ ഹയവാത്തി കസീറ അല്ലേ. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ പല്ല് വൃത്തിയാക്കണം. അതുപോലെ എന്താണ്, മിഠായി കഴിക്കരുതില്ല, ആ തകുൽ കഴിക്കരുത്, അല്ല വ്യാത്തില്ലേ, മിഠായി കഴിക്കരുതെന്നും ധാരാളം കഴിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പിന്നെന്താണ്, അമ്മയും മുകളിൽ ശുക്രൻ യാ ഉമ്മയോട് നന്ദി പറയുന്നതില്ലേ, കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഇതാണല്ലേ അസ്മൗ കലാമല്ലേ, ഇനി ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം വേർഡ്സ് നിങ്ങൾക്ക് അറിയുന്നതില്ലേ, ആ വേർഡ്സിലെ തൊബീബ് ഡോക്ടറാണ്. അപ്പോൾ നിങ്ങൾ ഇത് മാച്ച് ചെയ്യുക. മുസ്തഷ്ഫ അല്ലെ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കിട്ടാൻ നിങ്ങൾക്ക് എന്താണ്, ക്ലാസ് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ എല്ലാം കിട്ടും. അതുപോലെ നിങ്ങൾക്ക് എന്താണ്, മാത്സിൻ്റെ വീഡിയോ, ഇനി മാത്സിൻ്റെ എക്സാമല്ലേ വരാനുള്ളത്. അപ്പോൾ മാത്സിൻ്റെ ക്ലാസ്സുകൾ കിട്ടാൻ ക്ലാസ് 3 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഒരുപാട് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കാണുക.